ഓക്കെ, നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. ആക്ച്വലി ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇൻവേഴ്സൽ ക്വസ്റ്റ്യൻ ആണ്. ഇൻവേഴ്സിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. ഓക്കെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ബുക്കിലൊക്കെ കണ്ട അതേ ടൈപ്പ് തന്നെയാണ്. ജസ്റ്റ് എന്ത് ചെയ്തു, ആ ഇന്റർവൽ ഒന്ന് മാറി, ഈ ഇന്റർവൽ ഒന്ന് മാത്രം മാറി എന്നേ ഉള്ളൂ. ഈ ഇന്റർവൽ ഉണ്ടല്ലോ അത് മാത്രം മാറി, ബാക്കിയെല്ലാം സെയിം തന്നെ, ഒരു മാറ്റമല്ല. ഓക്കെ, നമുക്ക് എന്ത് കാണാം, മാക്സിമം വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ കാണും അല്ലേ. ഏതാ ഫംഗ്ഷൻ? ഞാൻ അതിനെ വൈ എന്ന് വിളിച്ച, വൈ ആരാ വരെ, വൈ ആരാ സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ. ഇതിന്റെ മാക്സിമം കാണും. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇതിന്റെ മാക്സിമം കാണും. നിങ്ങൾ ആദ്യം ആലോചിക്കണം, സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയറിന്റെ മാക്സിമം അല്ലേ കണ്ടത് അല്ലേ. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം, അവിടെ ആദ്യം സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും രണ്ട് ഫംഗ്ഷൻ അല്ലേ. ആ രണ്ട് ഫംഗ്ഷൻ വരുമ്പോഴേ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, ഈ രണ്ട് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനായി മാറ്റൂലേ അല്ലേ. അവിടെ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ വരുമ്പോഴേ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, ഈ രണ്ട് ഫംഗ്ഷൻ ഒറ്റ ഫംഗ്ഷനായി മാറ്റൂലേ അല്ലേ. എങ്ങനെ ഒറ്റ ഫംഗ്ഷൻ ആക്കുക? ഒന്നെങ്കിൽ രണ്ടിനെയും സൈൻ ഇൻവേഴ്സ് ആക്കുക, അല്ലെങ്കിൽ രണ്ടിനും എന്താക്കുക, കോസ് ഇൻവേഴ്സ് ആക്കുക. ഓക്കെ, ഞാൻ അവിടെ ചെയ്യുന്ന കാര്യം y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ അല്ലേ. അവിടെ കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ ഈ കോസ് ഇൻവേഴ്സ് എക്സിന് എങ്ങനെ എഴുതാം, π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എഴുതാം ഹോൾ സ്ക്വയർ. ഇനി ഇതൊന്ന് ഈസി ആക്കാൻ വേണ്ടി അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ അല്ലേ. എല്ലായിടത്തും ആരുണ്ട്, സൈൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ സൈൻ ഇൻവേഴ്സ് എക്സ് യു എന്ന് കൊടുത്താലേ അവസാനം തിരിച്ചു കൊടുത്താൽ പോലെ സൈൻ ഇൻവേഴ്സ് എക്സിന് കൊടുത്തു അല്ലേ. സൈൻ ഇൻവേഴ്സ് എക്സ് യു ആയി, വൈ എന്തായി സൈൻ ഇൻവേഴ്സ് എക്സ് യു അല്ലേ. സോ യു സ്ക്വയർ പ്ലസ് π/2 മൈനസ് യു ഹോൾ സ്ക്വയർ അല്ലേ. ഇതെന്താവും, y ഈക്വൽ യു സ്ക്വയർ പ്ലസ് വാട്ട് ഈസ് π/2 മൈനസ് യു സ്ക്വയർ. π/2 a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ, a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ a സ്ക്വയർ π/2 സ്ക്വയർ പൈ സ്ക്വയർ ബൈ 4 അല്ലേ മൈനസ് 2ab. വാട്ട് ഈസ് 2ab, 2 ഇൻറ്റു π/2 ഇൻറ്റു യു, പൈ യു അല്ലേ പ്ലസ് യു സ്ക്വയർ. ഇതാരടാ, y ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് യു സ്ക്വയർ 2u സ്ക്വയർ അല്ലേ മൈനസ് പൈ യു പ്ലസ് പൈ സ്ക്വയർ ബൈ 4. ഇതാണ് ഫംഗ്ഷൻ. ക്വസ്റ്റ്യൻ പറഞ്ഞാ ഈ ഫംഗ്ഷന് മാക്സിമം വാല്യൂ വേണ്ടേ അല്ലേ. ഒരു ഫംഗ്ഷൻ എപ്പോഴും മാക്സിമം ആവുക, ഒരു ഫംഗ്ഷൻ മാക്സിമം ആവുന്ന ഒന്നെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ 0 എന്ന പോയിന്റാ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ നോട്ട് ഡിഫൈൻ എന്ന പോയിന്റാ, അല്ലെങ്കിൽ എന്താ എൻ പോയിന്റിലാണ് അല്ലേ. ഇത്രയും പോയിന്റിലല്ലേ ഫംഗ്ഷൻ മാക്സിമം ആവുക അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ഫംഗ്ഷൻ മാക്സിമം ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ 0 ആവണം അല്ലേ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ നോട്ട് ഡിഫൈൻ ആവണം അല്ലേ, അല്ലെങ്കിൽ എന്താ എൻ പോയിന്റ് ആവണം. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുക, ഫംഗ്ഷൻ മാക്സിമം ആവാം അല്ലേ. അപ്പോൾ ഇവിടെ എൻ പോയിന്റ് ആരാ, എൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു, എൻ പോയിന്റ് ആരാ, എക്സ് ബിലോങ്സ് ടു ആരാ, മൈനസ് √3/2 ടു 1/√2 അല്ലേ. പക്ഷെ ഇവിടെ എക്സ് അല്ല കേട്ടോ എൻ പോയിന്റ്. ഇവിടെ ആരാ, ഇവിടെ യുവിനെ കുറിച്ചല്ലേ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പൊ എൻ പോയിന്റിൽ ആരാ വേണ്ടത്, യു അല്ലേ വേണ്ടത്. യു ആരാ, യു എന്താ സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പൊ എന്താ സൈൻ ഇൻവേഴ്സ് മൈനസ് √3/2 സൈൻ ഇൻവേഴ്സ് 1/√2. അതെങ്ങനെയാ എടാ, ഇത് എക്സിന്റെ ഇന്റർവെലാ അല്ലെ. പക്ഷെ എനിക്ക് വേണ്ട യു ആരാ, സൈൻ ഇൻവേഴ്സ് എക്സാ. അപ്പൊ ഇവിടെ ഞാൻ സൈൻ ഇൻവേഴ്സ് അപ്ലൈ ചെയ്തു, അപ്പൊ ഇവിടെയും സൈൻ ഇൻവേഴ്സ് അപ്ലൈ ചെയ്തു, ഇവിടെയും സൈൻ ഇൻവേഴ്സ് അപ്ലൈ ചെയ്തു. ഈ സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ യു, അതെ ഇത് അല്ലെ. അപ്പൊ യു ബിലോങ്സ് ടു ആരാ, ഇവിടെ സൈൻ ഇൻവേഴ്സ് അപ്ലൈ ചെയ്തു, അപ്പൊ ഇവിടെയും സൈൻ ഇൻവേഴ്സ് അപ്ലൈ ചെയ്തു, അവിടെയും സൈൻ ഇൻവേഴ്സ് അപ്ലൈ ചെയ്തു. സൈൻ ഇൻവേഴ്സ് എക്സ് യു അല്ലേ. പിന്നെ സൈൻ ഇൻവേഴ്സ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇനിക്വാളിറ്റി ഫ്ലിപ്പ് ഒന്നും ആവില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഇനി എന്തെങ്കിലും ആവട്ടെ, എന്താ യു ബിലോങ്സ് ടു what is sin inverse minus √3/2? The sin inverse minus x minus sin inverse x അല്ലേ. സോ മൈനസ് sin inverse √3/2 ആവും. സോ മൈനസ് എപ്പോഴാണ് സൈന് √3/2 ആവാ, 60 ഡിഗ്രി അല്ലേ. സോ π/3 sin inverse 1/√2 π/4 അല്ലേ. അപ്പൊ യു ബിലോങ്സ് ടു മൈനസ് π/3 π/4 അല്ലേ. അപ്പൊ ഇവിടുത്തെ എൻ പോയിന്റ് ആരാ, മൈനസ് π/3യും π/4 അല്ലേ. അവിടെ ഒരു ഫംഗ്ഷൻ മാക്സിമം ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ 0 ആവുന്ന പോയിന്റാ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് വാല്യൂ നോട്ട് ഡിഫൈൻ എന്ന പോയിന്റാ, അല്ലെങ്കിൽ എൻ പോയിന്റാ. ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി, എൻ പോയിന്റ് കിട്ടി. ഓക്കെ, ഞാൻ ഡെറിവേറ്റീവ് വാല്യൂ 0 എന്ന പോയിന്റ് എടുക്കുകയാണ്. ഇവിടെ എന്താ ഡെറിവേറ്റീവ് വാല്യൂ വരിക, 2u സ്ക്വയർ ഡെറിവ് എന്താ 4u മൈനസ് പൈ യുടെ ഡെറിവ് എന്താ മൈനസ് പൈ. പൈ സ്ക്വയർ ബൈ 4 ഡെറിവ് എന്താ, π സ്ക്വയർ ബൈ 4 കോൺസ്റ്റന്റ് അല്ലേ, ഡെറിവേറ്റീവ് 0 ആണ് അല്ലേ. അപ്പൊ ഇതാണ് ഡെറിവേറ്റീവ്. 4u മൈനസ് പൈ എന്താണ് ഡെറിവേറ്റീവ് അല്ലേ. അപ്പൊ 4u മൈനസ് പൈ എന്താണ് 0 ആണ്. 4u മൈനസ് പൈ 0 ആണ്, u π/4 ആണ് അല്ലെ. ഇത് ഞാൻ ഇനി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എന്താ u π/4 ഉള്ളിൽ എടുത്തിട്ടുണ്ട് അല്ലെ, u π/4 ഉള്ളിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് വീണ്ടും എടുക്കണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ ഈ രണ്ട് പോയിന്റിൽ ഒരു പോയിന്റിൽ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്താ വരിക, മാക്സിമം വരിക. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് പോയിന്റിലാണ് മാക്സിമം എങ്ങനെ തിരിച്ചറിയാം, ഈ രണ്ട് പോയിന്റ് ഫംഗ്ഷനിൽ കിട്ടുന്നത് പോലെ അല്ലെ. ഏതാണോ മാക്സിമം വാല്യൂ അതാണ് ഫംഗ്ഷൻ മാക്സിമം
അല്ലെ? ഇത് നമ്മൾ പഠിച്ചല്ലേടാ, പലപ്പോഴും പലപ്പായി ചെയ്തല്ലേ അല്ലെ? അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഈ ഫംഗ്ഷന് മാക്സിമം ആണ്. ഒരു ഫംഗ്ഷൻ മാക്സിമം ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 0 ആണ് ഒന്നെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ ആ ഫംഗ്ഷന്റെ എൻ പോയിന്റിലാവണം അല്ലെ. അപ്പൊ ഞാൻ എന്തെടുത്തു, എൻ പോയിന്റ് എടുത്തു, ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 0 എന്ന പോയിന്റ് എടുത്തു. പക്ഷെ 0 എന്ന പോയിന്റ് π/4 തന്നെയാ, അത് എൻ പോയിന്റിൽ ഉണ്ട്. അപ്പൊ അത് എടുക്കേണ്ട ആവശ്യം 2 പ്രാവശ്യം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒന്നെടുത്ത് പറയാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരാളാണ് എന്ത് ചെയ്യുക, മാക്സിമം വരിക അല്ലെ. ഇതിൽ ഏതാണ് മാക്സിമം നിങ്ങൾ തിരിച്ചറിയുക, ഈ പോയിന്റുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ, ഈ ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലെ. ആ ഇട്ട് കൊടുക്കുമ്പോൾ ഏതാണോ വലുത് അതാണ് മാക്സിമം അല്ലെ. അപ്പൊ എന്ത് തരാം, ഞാൻ അത് -π ചെയ്തിട്ട് കൊടുക്കട്ടോ. അപ്പൊ y എന്ത് തരാ, 2 u സ്ക്വയർ അല്ലേ. വാട്ട് ഈസ് യു സ്ക്വയർ? u -π/3 അല്ലേ. സ്ക്വയർ π²/9 ആവൂലേ അല്ലെ. -πu എന്താ, -π/3 പ്ലസ് π²/4 ആവൂലേ അല്ലെ. അപ്പൊ ഇതാരാ, 2π²/9 പ്ലസ് π²/3 പ്ലസ് π²/4 ആവൂലേ. ഇതാരാ, ഞാൻ വേറെ ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഡിനോമിനേറ്റർ സെയിം ആക്കാം ഏറ്റവും നല്ല ഓപ്ഷൻ എന്താ, ഞാൻ ആദ്യം ഇവിടുത്തെ സെയിം ആക്കാം കേട്ടോ. ഇവിടുത്തെ സെയിം ആക്കാം. ഇത് 3 × 3 22. അപ്പം എന്തായി, താഴെ 9 ആയില്ലേ, താഴെ 9. മോളോ 2π² പ്ലസ് 3π² 5π² ആവില്ലേ, 5π² പ്ലസ് π²/4 അല്ലേ. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ആടാ 9 × 4 36 അല്ലേ. പിന്നെയോ 4 × 5π² 20π² അല്ലേ. പ്ലസ് ഇവിടെയോ 9 × π² 9π² അല്ലേ അല്ലെ. ഇപ്പൊ താരാ 29π²/36. ഓക്കെ, അത് കിട്ടി. അവിടെ ഇതേപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഇതിപ്പോ -π/3 ഇട്ട് കൊടുത്തത് അല്ലെ. ഇതേപോലെ എന്ത് ചെയ്യണം, π/4 ഇട്ട് കൊടുത്ത് വാല്യൂ കാണും അല്ലെ. പക്ഷെ നിങ്ങൾ ചെയ്തോ കേട്ടോ. ഇവിടെ കാൽക്കുലേഷൻ നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ അവിടെ കൊടുക്കട്ടോ. ഓക്കെ, അത് കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്ത കാൽക്കുലേഷൻ. അവിടെ എനിവേ ഞാൻ -π/3 ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടി ഒരു വാല്യൂ അല്ലെ. ഇതേപോലെ π/4 ഇട്ട് കൊടുക്കട്ടോ. ഞാൻ π/4 ഇട്ട് കൊടുക്കുന്നത് കാരണം വെച്ചാൽ π/4 ഇട്ട് കൊടുക്കും നിങ്ങൾ. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ, ഇതിനേക്കാൾ ചെറിയ വാല്യൂ കിട്ടുക അല്ലെ. നിങ്ങൾ ഇട്ട് നോക്കട്ടെ, ഞാൻ വെറുതെ ഇട്ട് നോക്കി സമയം കളയുന്നില്ല. നിങ്ങൾ ഇട്ട് നോക്ക്. ആ ഇട്ട് നോക്കുമ്പോൾ എന്താണ്, ഇതിനേക്കാൾ ചെറിയ വാല്യൂ കിട്ടുക. അപ്പോൾ ഇതന്നെയല്ലേ മാക്സിമം വരിക അല്ലെ. മറ്റൊന്ന് ചെയ്ത് നോക്കട്ടോ, ഇട്ട് നോക്കുക. അപ്പോൾ ഇതിനേക്കാൾ ചെറിയ വാല്യൂ കിട്ടുക. അപ്പോൾ എന്താണ്, ഇതന്നെ മാക്സിമം അല്ലെ. ഇതെന്താന്ന് പറഞ്ഞുള്ളത്, m/n π² അല്ലേ, m/n π² അല്ലെ. അപ്പോൾ m ആരാ, 24 അല്ലേ. m ആരാ, 29 അല്ലേ. m 29 ആണ് അല്ലെ. n ആരാ, 36 ആണ് അല്ലെ. ചോദിച്ചാൽ എന്ത് കാണാനാ, m+n അല്ലേ. എന്താ, 29 + 36 എത്രയാ, 55ഉം 75 വരാ, 45 65 39 + 36 + 6 എന്താ, 36 + 9 എന്താ, 45 + 2 എന്താ, 65 വരിക. 65 ആണ് ക്വസ്റ്റ്യൻ ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്.